SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം വെള്ളിയാഴ്ച തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. വിജിൻ വായാന്തോട് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. വിജിൻ, ഒരു സർക്കാരില്ലായ്മയുടെ പ്രയാസമുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി ഇല്ല പ്രഖ്യാപിക്കാൻ. ഇനിയിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാലും വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ഒരു മന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. വകുപ്പ് സെക്രട്ടറിയുടെ അഭാവവും അവിടെ പ്രശ്നമുണ്ട്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും SSLC ഫലപ്രഖ്യാപനം നടത്താൻ പോകുന്നത്? ക്രമീകരണങ്ങൾ, അറേഞ്ച്മെൻ്റ് ഒക്കെ ഏതൊക്കെ തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്? സൈഫുദ്ദീൻ, ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. മൂല്യനിർണ്ണയം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തതിൻ്റെ ഒരു പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ വകുപ്പ് അഭിമുഖീകരിച്ചത്. ഒരു അനിശ്ചിതത്വം ഇന്നലെ വരെ നിലനിന്നിരുന്നു. SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് 15-ന് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു. ഇന്ന് അതിൻ്റെ പരീക്ഷാ ബോർഡ് യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. അതിലാണ് മൂല്യനിർണ്ണയത്തിനുള്ള അന്തിമ അനുമതി നൽകേണ്ടത്. ആ അനുമതിക്കായാണ് പരീക്ഷാ ബോർഡ് യോഗം ചേരുന്നത്. പരീക്ഷാ ബോർഡിന്റെ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയാണ്. അങ്ങനെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് എന്തായാലും പരീക്ഷാ ബോർഡ് യോഗം പൂർത്തിയാകും. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പോവുക. ഇപ്പോൾ തന്നെ നിലവിൽ മാറ്റേണ്ടതില്ല, 15-ന് SSLC ഫലപ്രഖ്യാപനം നടത്തുക എന്ന കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുമായി വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ആശയവിനിമയം നടത്തി അന്തിമമായ ഒരു കൂടിയാലോചന കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകും. എന്തായാലും ചീഫ് സെക്രട്ടറി UDF-ന്റെ നേതാക്കളുമായി, രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം അവരിൽ നിന്നും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനത്തിൽ ഒരു അനിശ്ചിതത്വം മാറുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു QIP യോഗം, അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് യോഗം നടന്നിരുന്നു ഈ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്. അതിൽ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. എല്ലാ അധ്യാപക സംഘടനകളും, ലീഗിന്റെ അധ്യാപക സംഘടന, കോൺഗ്രസിന്റെ അധ്യാപക സംഘടന, CPI CPM അനുകൂല അധ്യാപക സംഘടനകൾ എല്ലാം ഇക്കാര്യത്തിൽ നിലപാടെടുത്തത് ഒരു കാരണവശാലും SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റരുത്, ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തതിന്റെ ഭാഗമായി മാറ്റരുത്, അത് അഡ്മിഷൻ ഉൾപ്പെടെയുള്ളവ, +1 അഡ്മിഷൻ ഉൾപ്പെടെയുള്ളവയെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ CBSE ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു അനിശ്ചിതത്വം പാടില്ല എന്ന് അവരും നിലപാടെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഫലപ്രഖ്യാപനം SSLC ഫലപ്രഖ്യാപനം വെള്ളിയാഴ്ച തന്നെ ഉണ്ടാകും. അതിന്റെ വിശദാംശങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്.